ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നേരം വൈകിട്ടുണ്ട് ഇപ്രാവശ്യം വീഡിയോ ഇടാനായിട്ട്. അതിന് കാരണം മറ്റൊന്നല്ല, നമ്മുടെ കേരളത്തിലുണ്ടായ മഴക്കെടുതികൾ കാരണം അതിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്തും വിളക്കിട്ടുണ്ടായിരുന്നു. അപ്പം നെറ്റ് കണക്ഷനൊക്കെ കുറവായിരുന്നു. അത് കാരണമാണ് നേരം വൈകിയത്. അതിനെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അത് ഹെൽത്ത് വേഷനായിട്ട് കൂടുതലും ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന വീഡിയോ കണ്ടു നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മധുരത്തിനനുസരിച്ചിട്ട് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നമ്മളൊരു ബാറ്റർ ഒരു അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ആ പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ പഴംപൊരി അതിൽ മുക്കി പൊരിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ പഴം ചെറുതായിട്ട് ചെരിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട്, ഇവിടെ മക്കൾക്കൊക്കെ ചെറിയ പീസിലുള്ള പഴംപൊരിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ ചെരിച്ചിട്ട് ചെറുതായിട്ട് ചെരിച്ചിട്ട് ഇങ്ങനെ ഇത്ര കനം, ഒരു മീഡിയം ഇങ്ങനെ ഇത്ര കനമൊക്കെ ആവാം ഇതിലാണ് നമ്മൾ ചെത്തിയിട്ടിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത്. ആ ബാറ്ററിൽ എന്നിട്ട് നമ്മളിത് മുക്കി പൊരിക്കണം ബാറ്ററിൽ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഏലക്കായ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഓരോ പഴവും ഇതുപോലെ ചെറുതായിട്ട്, അധികം കനം വേണ്ട, മീഡിയം കനത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെരിച്ച് നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. വെള്ളം അധികം കൂടി പോയാൽ മാവ് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിലത് പിടിക്കില്ല മാവ്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ കപ്പിൽ ഒരു കപ്പ് 250 ml കപ്പാണിത്. ഇതിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്റർ നമുക്ക് ഇങ്ങനെ ഈ പരുവത്തിൽ കിട്ടണം. കൂടുതൽ കട്ടിയാക്കി നിൽക്കാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ എരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട്, ഇതിൽ ഞാൻ 4 ഏലക്കായ കുറച്ച് പഞ്ചാരയും കൂടിയിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഓരോ പഴം പീസും ഇതേപോലെ മുക്കിയിട്ട്, നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ തുള്ളി അതിലേക്ക് ഇട്ടിക്കുക. അപ്പോൾ അതിനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഓരോ പഴംപൊരിയും ഇട്ട് കൊടുക്കുക. ഓരോ പഴം പീസും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഇളം ഗോൾഡൻ നിറാവുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വെളിച്ചെണ്ണയൊക്കെ നമുക്ക് അതിൽ പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബനാനയുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടുകയുള്ളൂ. Wow.